ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് ഒഡീഷയിലെത്തും. 19,600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നേവൽ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരമെന്ന നിലപാട് ആവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വൽ കൊല്ലപ്പെട്ടു. സന്തോഷ് ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ കേരളം ഇന്ന് മിസോറാമിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെലങ്കാന സന്ദർശനം പുരോഗമിക്കുന്നു. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6800 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചു. ഹൈദരാബാദിലെ സിവിൽ വ്യോമയാന ഗവേഷണ കേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ये आपका उत्साह, ये आपके आशीर्वाद मैं बेकार नहीं जाने दूंगा. ईदी मोदी गारंटी. मैंने आपसे कहा था कि हम सब मिलकर भारत को पूरे विश्व में एक नई ऊंचाई पर ले जाएंगे. आज आप देख रहे हैं कि कैसे भारत पूरे विश्व में आशा की किरण बनकर नई ऊंचाई छू रहा है. 350 കോടിയിലധികം രൂപ ചെലവിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ച ഈ കേന്ദ്രം സിവിൽ വ്യോമയാന മേഖലയിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങളുടെ നവീകരണം ലക്ഷ്യം വെക്കുന്നു. ഇതിനു പുറമെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സർവീസസ് രണ്ടാം ഘട്ടവും ഇന്ത്യൻ ഓയിൽ പാരാദീപ് ഹൈദരാബാദ് പ്രോഡക്ട് പൈപ്പ് ലൈനും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. MMTS രണ്ടാം ഘട്ടത്തിൽ സനത് നഗർ മൌല അലി റെയിൽപാത ഇരട്ടിപ്പിക്കലും വൈദ്യുതീകരണവും ഉൾപ്പെടുന്നു. 1212 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യൻ ഓയിൽ പാരാദീപ് ഹൈദരാബാദ് പ്രോഡക്ട് പൈപ്പ് ലൈൻ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇതിലൂടെ പാരദീപ് റിഫൈനറിയിൽ നിന്ന് വിശാഖപട്ടണം, വിജയവാഡ, മൽക്കാപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡെലിവറി സ്റ്റേഷനുകളിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതവും ലാഭകരവുമായ ഗതാഗതം ഉറപ്പാക്കാൻ കഴിയും. 2 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും 3 ദേശീയപാത പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചതിരിഞ്ഞ് ഒഡീഷയിലെത്തും. ജയ്പൂർ ജില്ലയിൽ 19,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നേവൽ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. സമ്മേളനത്തോടനുബന്ധിച്ച് INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലുകളുടെ പോരാട്ട വീര്യം വീക്ഷിക്കുന്നതിനായി രാജ്യരക്ഷാമന്ത്രി സമുദ്ര നിരീക്ഷണം നടത്തും. സമ്മേളനത്തിന്റെ ആദ്യ പതിപ്പ് ഹൈബ്രിഡ് ഫോർമാറ്റിലാകും നടക്കുക. സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപരവും ഭരണപരവുമായ കാര്യങ്ങളിൽ ചർച്ച നടക്കും. കർണാടകയിൽ കാർവാറിലെ നാവികത്താവളത്തിൽ പ്രോജക്ട് സീബേഡിന്റെ ഭാഗമായി നാവിക ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർക്കായി 320 പാർപ്പിടങ്ങളുള്ള 7 കെട്ടിട സമുച്ചയങ്ങൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 32 കപ്പലുകളും 23 അന്തർവാഹിനികളും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ നാവികത്താവളം തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ 10,000 പേർക്കുള്ള താമസ സൌകര്യവും നേവൽ വ്യോമ കേന്ദ്രവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിന്റെ ഫൈനൽ ഇന്ന് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടക്കുന്നു. യുവജന കായിക മന്ത്രാലയമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. യുവശബ്ദം രാഷ്ട്ര പരിഷ്കരണത്തിനായി ഇടപെടുകയും ശാക്തീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ മാസം 9 മുതൽ നാളെ വരെ രാജ്യമെമ്പാടുമായാണ് ദേശീയ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. 2021-22 വർഷത്തിൽ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്തതും നടന്ന പണമിടപാടും തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ കേസുകളിൽ നികുതിദായകരെ വിവരം അറിയിക്കുമെന്ന് ആദായനികുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. ചിലർ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. ഇ ഫയലിംഗ് പോർട്ടലിലൂടെ വാർഷിക കണക്കുകൾ പരിശോധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. 2021-22 വർഷത്തെ റിട്ടേണുകൾ ഈ മാസം അവസാനത്തിനകം ഫയൽ ചെയ്യണം. ഭഗവാൻ ബുദ്ധന്റെ ആദർശങ്ങൾ ഇന്ത്യയ്ക്കും തായ്ലൻഡിലുമിടയിലെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ആത്മീയ പാലമായി വർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്കോക്കിൽ കഴിഞ്ഞ മാസം 23 മുതൽ ഈ മാസം 3 വരെ ശ്രീ ബുദ്ധന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും തിരുശേഷിപ്പുകൾ 1 ദശലക്ഷത്തോളം ഭക്തർ പ്രണാമം അർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ അഭിപ്രായ പ്രകടനം.
പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഷെഹ്ബാസ് ഷെറീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പാകിസ്ഥാന്റെ 24ാമത് പ്രധാനമന്ത്രിയായി ഷെഹ്ബാസ് ഷെറീഫ് കഴിഞ്ഞ ദിവസം ചുമതലയേറ്റിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. UAE, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലേക്ക് 64,400 ടൺ ഉള്ളി കയറ്റുമതി ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. നാഷണൽ കോപ്പറേറ്റീവ് എക്സ്പോർട്സ് വഴി ബംഗ്ലാദേശിലേക്ക് 50,000 ടൺ ഉള്ളിയും UAEയിലേക്ക് 14,400 ടൺ ഉള്ളിയും കയറ്റുമതി ചെയ്യുന്നതിനാണ് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറൽ അനുമതി നൽകിയത്. ഉള്ളിവില നിയന്ത്രിക്കാനും ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്രം കയറ്റുമതി നിരോധിച്ചത്. ടാൻസാനിയയിലേക്ക് 30,000 മെട്രിക് ടൺ ബസ്മതി ഇതര വെള്ള അരിയും ജിബൂട്ടി, ഗിനി ബിസാവോ എന്നിവിടങ്ങളിലേക്ക് 80,000 ടൺ പൊടിയരിയും കയറ്റുമതി ചെയ്യാനും കേന്ദ്രം അനുമതി നൽകി. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരമെന്ന നിലപാട് ആവർത്തിച്ച് ഇന്ത്യ. ഒരു റിപ്പോർട്ട്. നിലവിലെ യുദ്ധത്തിന് കാരണം കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയിലെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജ് പറഞ്ഞു. ഇത് അപലപനീയമാണെന്നും അവർ വ്യക്തമാക്കി. UN പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി രുചിര കാംബോജ്. പലസ്തീനിലെ ജനങ്ങൾ സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കണം. ഇസ്രായേലിന് സുരക്ഷയും വേണം. ഇന്ത്യൻ നിലപാട് വ്യക്തമാണെന്നും പല സന്ദർഭങ്ങളിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും ശ്രീമതി രുചിര കാംബോജ് പറഞ്ഞു. അർത്ഥവത്തായ സംഭാഷണങ്ങളിലൂടെ ഇരുപക്ഷവും ശാശ്വത സമാധാനം ഉറപ്പാക്കണം. ബന്ദികളെ മോചിപ്പിക്കുകയും അക്രമം അവസാനിപ്പിക്കുകയും പ്രകോപനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാൻ ഇരുപക്ഷവും ശ്രദ്ധിക്കണമെന്നും ശ്രീമതി രുചിര കാംബോജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ ആണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഇസ്രയേലിൽ ലെബനൻ അതിർത്തിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. 2 മാസം മുമ്പാണ് നിബിൻ ഇസ്രയേലിൽ എത്തിയത്. ഫാം ഹൌസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഹിസ്ബുള്ള തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിൽ. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. രാവിലെ 10 മണിക്ക് കൽക്കത്തയിൽ നിന്ന് ഓൺലൈനായി പ്രധാനമന്ത്രി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യും. തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് ഭിന്നശേഷിയുള്ള കുട്ടികളുമായി ആദ്യ ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് പുറപ്പെടും. ആദ്യ ട്രെയിൻ പുറപ്പെട്ടതിനു ശേഷം അന്നേ ദിവസം തന്നെ പൊതുജനങ്ങൾക്കായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കും. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുക എന്ന ആവശ്യമുയർത്തി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സത്യാഗ്രഹമനുഷ്ഠിക്കുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിലാണ് സത്യാഗ്രഹം. മഹാരാഷ്ട്രയിൽ അകോല ജില്ലയിൽ ഇന്നലെ 2 മോട്ടോർ സൈക്കിളുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. ബെലാർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. മോട്ടോർ സൈക്കിളുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർ ട്രക്കിനടിയിൽപ്പെടുകയായിരുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിക്കുന്ന മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിലക്കാനുള്ള കൊളറാഡോ കോടതി വിധി അസാധുവാക്കി സുപ്രീം കോടതി. 2021-ൽ ക്യാപിറ്റോളിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകിയെന്ന കുറ്റത്തിനാണ് ട്രംപിന് കൊളറാഡോ കോടതി വിലക്കേർപ്പെടുത്തിയത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ മണിപ്പൂർ ആസാമിനെയും 2ാം മത്സരത്തിൽ കേരളം മിസോറാമിനെയും നേരിടും. കേരളം മിസോറാം മത്സരത്തിലെ വിജയികളെയാണ് വ്യാഴാഴ്ച സെമിയിൽ സർവീസസ് നേരിടുക. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. PV സിന്ധു ഉൾപ്പെടെ 11 ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തെ പ്രതിനിധീകരിക്കും. വനിതാ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ PV സിന്ധു കാനഡയുടെ മിഷേൽ ലിയെ നേരിടും. 2024 പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള യോഗ്യതാ മത്സരങ്ങൾ കൂടിയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് ഒഡീഷയിലെത്തും. 19,600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നേവൽ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരമെന്ന നിലപാട് ആവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടു. സന്തോഷ് ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ കേരളം ഇന്ന് മിസോറാമിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.